ആലപ്പുഴയിലെ അമ്മയും പെൺമക്കളെയും വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സി പി എം പാലമേൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വീട് പൂട്ടി കൊടികുത്തി. EMS ഭവന പദ്ധതിയിൽ ലഭിച്ച വീട് വിറ്റതാണ് പ്രശ്നമെന്നാണ് CPIMന്റെ പ്രതികരണം. അശ്വിൻ പാലാഴി ടെലിഫോണിൽ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, എന്താണ് ഉണ്ടായത്? കഴിഞ്ഞ 30 വർഷം മുമ്പ് ഈ സ്ഥലത്ത് താമസമാക്കിയ ഒരാളുടെ പേരിലുള്ള വീടാണ്. അത് പിന്നീട് EMS ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവരുടെ സ്വന്തം പേരിലാക്കുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ അതൊരു പുറമ്പോക്കായിരുന്നു. പിന്നീടാണ് VS അച്യുതാനന്ദന്റെ കാലത്ത് 2006 ഇത് EMS ഭവന പദ്ധതി ഉൾപ്പെടുത്തി ഇവരുടെ പേരിലാക്കി കൊടുക്കുന്നത്. അപ്പോഴും ഇത് നിലനിൽക്കുന്നത് സർക്കാരിന്റെ EMS ഭവന പദ്ധതിയുടെ പേരിലാണ്. അത് മറ്റൊരാൾക്ക് മറിച്ചു വിൽക്കാനോ മറ്റിടപാടുകൾ നടത്താനോ കഴിയില്ലാത്ത ഒരു വീടാണ്. അത് കഴിഞ്ഞ 3 ദിവസം മുമ്പ് മറ്റൊരാൾക്ക് വിൽപ്പന നടത്തി എന്നുള്ളതാണ് നിലവിൽ CPIM പറയുന്ന വാദം. അങ്ങനെ വിൽപ്പന നടത്തിയ വീട് വാങ്ങി അവിടെ താമസമാക്കിയ ഒരു അമ്മയും 10 വയസ്സിന് താഴെയുള്ള 2 പെൺമക്കളെയുമാണ് ഇന്ന് CPIM നിലമേൽ ലോക്കൽ കമ്മിറ്റി CPIMന്റെ നൂറനാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ലോക്കൽ സെക്രട്ടറി അടക്കമുള്ള ആളുകളെത്തി പുറത്താക്കിയത്. ഇപ്പോഴും അവിടെ ഈ പ്രശ്നം തുടരുകയാണ്. ഈ അമ്മയും 2 പെൺമക്കളും ഇപ്പോഴും റോഡ് അരികിൽ തന്നെ കഴിയുകയാണ്. അവിടെ കോൺഗ്രസിന്റെയും CPIMന്റെയും ആളുകൾ ഇപ്പോഴും തടിച്ചുകൂടി നിൽപ്പുണ്ട്. സംഘർഷ സാധ്യത ഒഴിഞ്ഞിട്ടില്ല. അതേസമയം ചില സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇതിന്റെ മുൻ ഓണറുമായി ഉള്ളത് എന്നുള്ളതാണ് CPIMന്റെ വാദം. എന്തായാലും ഈ രാത്രി ഇവരെ ഇറക്കിവിടാനുള്ള ഒരു തീരുമാനം അത് തെറ്റായിപ്പോയി എന്ന് നാട്ടുകാരടക്കം വാദിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്. ഈ നിലവിൽ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട ആളുകൾ ഒരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഈ രാത്രി മറ്റ് നടപടികൾ സ്വീകരിച്ചൊരു ഇല്ലാതെ ഇവരെ ഇറക്കിവിടാത്ത രീതിയിലുള്ള മറ്റെന്തെങ്കിലും മാർഗങ്ങൾ സ്വീകരിക്കണമെന്നുള്ളതാണ് പോലീസും പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജനപ്രതിനിധികളടക്കം ഇടപെട്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വലിയ ഒരു തർക്കം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. രാത്രി തന്നെ എന്തെങ്കിലും ബദൽ മാർഗങ്ങൾ ഈ അമ്മയെയും പെൺകുട്ടികളെയും താമസിപ്പിക്കാനായി സൃഷ്ടിക്കാനുള്ള അല്ലെങ്കിൽ ബദൽ മാർഗങ്ങൾ കണ്ടെത്താനുള്ള നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്.